പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രഭാതം നമ്മുടെ മുന്നിൽ സമാഗതമായിരിക്കുന്നു. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് മനസ്സമാധാനം. അതൊരു വലിയ കാര്യമാണ്. നമുക്കറിയാം, ഏതൊരു കാര്യവും നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ പീസ് ഓഫ് മൈൻഡ് വളരെ പ്രധാനമാണ്. മനസ്സ് ശാന്തമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും തെറ്റിപ്പോകും. ഇതാണ് ഇന്ന് സമൂഹത്തിൽ, സൊസൈറ്റിയിൽ മിക്കവാറും അനുഭവിക്കുന്ന മിക്ക ആൾക്കാർക്കുള്ള പ്രശ്നം. മനസ്സമാധാനത്തിന് വേണ്ടി പല സൊല്യൂഷൻസും ഉണ്ട്, പക്ഷേ അതൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വരദാനമാണ് പീസ് ഓഫ് മൈൻഡ്. നമുക്കറിയാം, പല പ്രശ്നങ്ങളും നമ്മൾ ജീവിതം എന്നാൽ തന്നെ നിരന്തരമായ പ്രശ്നത്തിൻ്റെ ഒരു ഘോഷയാത്രയാണെന്നറിയാം. ഒന്നിന് പറയുക ഒന്നായി. ഈ നിമിഷം ഓക്കെ, അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല, ആർക്കും അറിയില്ല. സുനാമി വരാം, കൊടുങ്കാറ്റ് വരാം, പേമാരി വരാം, പലതും വരാം, പുതിയ വൈറസ് വരാം. ഇതാണ് മനുഷ്യജീവിതം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സമാധാനത്തോടുകൂടി എന്താണോ തീരുമാനിക്കുന്നത്, അതിനുവേണ്ടി നിരന്തരമായ നമ്മുടെ ഭാഗത്തുള്ള പ്രവർത്തനം, ആ പ്രവർത്തനമാണ് നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് പ്രത്യേക വ്യക്തികൾക്കൊന്നും അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് എല്ലാവരും ഇഷ്ടമാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് അങ്ങനെ ആരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ദൈവികത എന്ന് പറയുമ്പോൾ അത് സൂര്യനെ പോലെ തന്നെ, പ്രകൃതിയെപ്പോലെ. ഒരു പൂവിൻ്റെ അരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ സൗരഭ്യം അത് നൽകുന്നുണ്ട്. അത് പാപിയായാലും പുണ്യവാളനായാലും ഒരേപോലെ തന്നെയാണ്. പക്ഷഭേദമൊന്നുമില്ല. അവൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടൊന്നുമല്ല പൂവ് അതിൻ്റെ സൗരഭ്യം നൽകുന്നത്. അത് ചുറ്റുപാടും പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേപോലെയാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത. എല്ലാവരെയും ഇഷ്ടപ്പെടുവാനും ഉൾക്കൊള്ളുവാനുള്ളൊരു സന്നദ്ധത. ഇതാണ് മനസ്സമാധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പീസ് ഓഫ് മൈൻഡിന് വേണ്ടി നമ്മളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ചെയ്തികളെക്കുറിച്ച് ബോധവാനാകുക. അങ്ങനെ നമുക്ക് ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളത്. അന്നേരം ചോദിക്കും, ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ട്, എപ്പോഴും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ആ വരദാനം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് ആസ്വദിക്കാനും പറ്റും. നമുക്കെല്ലാവർക്കും, അതാരുടെയും ഒരു അവകാശമൊന്നുമല്ല. എല്ലാവർക്കും, ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും അത് സാധ്യമാകും. അതാണ് നമ്മളൊരു കരുത്ത്. കാരണം നമുക്കറിയാം, ദൈവം അവിടെ ഉണ്ടോ ഇല്ലോ എന്നുള്ള പ്രശ്നമല്ല. ആ ഒരു വിശ്വാസം, ആ ഒരു സങ്കല്പം നമുക്കൊരു ആശ്വാസമാണ്. കാരണം നമുക്കറിയാമല്ലോ, ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ സങ്കീർണമായ ചില മുഹൂർത്തത്തിൽ എത്തിച്ചേരും. അപ്പോഴെന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, നമുക്ക് ആരോട് ചോദിക്കണം. അവിടെയാണ് നമ്മൾ ദൈവീകമായ ആ സ്മരണ നമ്മെ സഹായിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ജീവിതം, മനസ്സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.